സോ വെൽക്കം ബാക്ക് ടു അവർ നിറ്റ്കോ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പോകുന്ന നൂറിയ സീരീസിൽ നിന്നാണ്. അപ്പോൾ നൂറിയ ഗ്രിസും നൂറിയ മിസ്റ്റും ഒരു നോർമൽ മാറ്റ് ഫിനിഷ് ടൈലാണ്. ഇതിനകത്ത് എന്തോ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതിന്റെ നിറങ്ങളൊന്നും നമുക്ക് പേരെടുത്ത് പറയാൻ പോലും പറ്റത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞ് ശ്രമിക്കാം. ഈ കളറിന് നാച്ചുറൽ ഗ്രേ എന്നാണ് പറയുന്നത്. നാച്ചുറൽ ഗ്രേ പച്ചയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു കളറാണ്. പച്ചയിൽ നിന്ന് ബ്ലാക്സ് മൈനസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്ന ഒരു കളറാണ്. നമ്മൾ ഇവിടെ കാണുന്നത് പ്രോപ്പർ ഗ്രേ ആണ്. സോ ഇതാണ് രണ്ട് കളർ. ഇതിന്റെ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആണ്. ഇന്ത്യയിൽ എനിക്കറിയത്തില്ല, പക്ഷെ കേരളത്തിൽ ടോപ്പ് ആർക്കിടെക്ട്സിന്റെ സ്റ്റേപ്പിൾ മെറ്റീരിയൽ ആണ്. അതായത് അവർക്ക് പെട്ടെന്ന് ഒരു പ്രൊജക്ട് ടേൺ അറൗണ്ട് ചെയ്യണം, അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കണം, ക്ലാസ് മെറ്റീരിയൽ ആയിരിക്കണം, ക്ലാസ് ലുക്ക് ആയിരിക്കണം. നൂറിയ മിസ്റ്റ് ആൻഡ് നൂറിയ ഗ്രീസ് ഈസ് എ ഫേവറേറ്റ് അമംഗ് ദി ആർക്കിടെക്ട്സ് ഓഫ് കേരള. സോ നിങ്ങളും വന്ന് നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. വാളും ഫ്ലോറും എല്ലാം ഒറ്റ ടൈൽ വെച്ച് ചെയ്യാം. അപ്പം ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാർബിളിന്റെ പ്രിന്റും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഡിക്കേഷൻ തരുന്ന മെറ്റീരിയൽസ് ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ട്. അതായത് ന്യൂട്രൽ ആയിരിക്കണം, ഒരു ടൈലായിരിക്കണം. അതിനപ്പുറത്തോട്ട് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ടൈലിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മാർബിളിന്റെ പ്രിന്റ് ആണ്, ഇതും സാച്ചുവാരിയോടെ മാർബിളിന്റെ പ്രിന്റ് ആണ്. അപ്പം നമ്മൾ ടൈല് കാണുമ്പോൾ ടൈൽ കൂടാതെ ഒരു ഇമേജും കൂടെ നമ്മുടെ മൈൻഡിൽ പതിയുകയാണ്, അത് എന്താണെന്നുള്ളത്. പക്ഷെ നൂറിയ മിസ്റ്റ് നൂറിയ ഗ്രിസിന്റെ കേസിൽ നമുക്കറിയാം ഒന്നുമില്ല, വളരെ പ്ലെയിൻ ഒരു ഐ ഡോണ്ട് നോ സം കോൺക്രീറ്റിന്റെ എന്തോ ഒരു ഫിനിഷ് ആണ്. പക്ഷേ ഇറ്റ്സ് വെരി റാൻഡം, വെരി യുണീക്ക്. എല്ലാം വളരെ ഈവൻലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കളറും ടൈലും ആണ്. കണ്ണിന് വളരെ സ്മൂത്ത് ആണ് ഇത് കാണാൻ. സോ ബൈ ഓൾ മീൻസ് നൂറിയ ഗ്രിസ് ആൻഡ് നൂറിയ മിസ്റ്റ് യുവർ ചോയ്സ് ഫോർ എ ക്ലാസ് ബാത്റൂം. ഇനി വരാം നിറ്റ്കോയിൽ നിലവിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈല്. പക്ഷേ ഞാൻ ഇത് എടുപ്പിച്ചതിനെക്കാട്ടിലും കൂടുതൽ കസ്റ്റമേഴ്സിനെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ബിയാങ്കോ സാച്ചുവാരിയക്കകത്ത് ഒരു കാർവിംഗ് ടൈലാണ്. സോ കാർവിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില ലൈൻസ് ഡിഫൈൻഡ് ആയിരിക്കും, നമുക്കത് വിരലുകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് ചെറിയൊരു തിളങ്ങുന്ന ഒരു ഗ്ലേസും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലോറിനകത്ത് ഒരു ഡൈനാമിസം ഫീൽ ചെയ്യും. സോ ഇത് പ്രത്യേകത എന്തോന്ന് ആദ്യം പറയാം. ഈ വൈറ്റ് പിഗ്മെന്റ് ഇന്ത്യയിൽ ഇപ്പം ഒരു കമ്പനിക്കും ഇല്ലാത്ത ഒരു വൈറ്റ് പിഗ്മെന്റ് ആണ്. നമുക്ക് നിറ്റ്കോയുടെ തന്നെ ഒരു ടൈൽ ഇവിടെ സാച്ചുവാരിയോ റോയൽ കാണാം. ഈ വൈറ്റ് പിഗ്മെന്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പകൽ വ്യത്യാസമാണ്. ഇത് വൈറ്റ് ആണെങ്കിൽ അത് വൈറ്റേ അല്ല എന്ന് വേണം നമുക്ക് പറയാം. So Bianco Sachuari is for those customers who are looking for the purest of white pigment in any tile for their house. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ചാൽ, ഒന്ന് ഇത് കാർവിംഗ് ആ. സോ വിച്ച് മീൻസ് ദ സർഫേസ് ഈസ് സ്ലൈറ്റ്ലി റഫ്. ഇപ്പൊ നമ്മൾ പൊടിയും ചെളിയൊക്കെ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് കാറ്റിനകത്ത് എയർ പാർട്ടിക്കിൾസ് ഒക്കെ വരുന്ന ഒരു സ്പേസ് ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിനകത്ത് ഡസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡസ്റ്റ് ഒരിക്കലും സ്റ്റെയിൻ ചെയ്യത്തില്ല ഇതിനെ, പക്ഷേ ഡസ്റ്റ് ക്യാപ്ചർ ചെയ്യും. ഇതിന്റെ ക്ലീനിങ് സ്വല്പം പാടായേക്കാം. അപ്പോൾ ഇത് ആരാണ് ഇത് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്സിൽ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഒരു 3 നില 4 നിലയ്ക്ക് മേളിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇത് എടുക്കാം. ഇനി വീടാണെങ്കിലും യു ഷുഡ് ലിമിറ്റ് ദിസ് ടു ബെഡ്റൂംസ് ഓർ ഫസ്റ്റ് ഫ്ലോർ. ബിക്കോസ് ഒരുപാട് ഫുഡ് ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസും അതേപോലെ ചോദിക്കും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സാച്ചുവാരിയോടെ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു പ്രിന്റ്, അതും കാർവിംഗ് ഫിനിഷിൽ വിത്ത് ദിസ് വൈറ്റ് പിഗ്മെന്റ് ഈസ് അമേസിംഗ്. ദിസ് ഈസ് എ very unique tile in all of the industry in India. So എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്തൊരു നിറ്റ്കോയുടെ ഷോറൂം ഉണ്ടെങ്കിൽ ബിയാങ്കോ സാച്ചുവാരിയ നോക്കണം. ആ നോർമൽ ടൈലിനെക്കാട്ടിലും ഒരു 10 രൂപ എക്സ്പെൻസീവ് ആണ്, ബട്ട് ദാറ്റ് ഈസ് വർത്ത് ഇറ്റ്. കാരണം ആ പിഗ്മെന്റും ഈ കാർവിംഗും ഈ മൊത്തത്തിൽ ഇതിന്റെ ഒരു ലുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇനി നമ്മൾ വരാം നിറ്റ്കോ അറാൻസെറ്റോ അഗൈൻ ഡീസാച്ചുറേറ്റഡ് മാർബിളിന്റെ ഒരു പ്രിന്റ് ആണ്. കളർ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളറിന് ടൂപ്പേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ടോപ്പേ എന്ന് പറയുന്ന കളർ ബേസിക്കലി ബേസ് കളറിൽ നിന്ന് ബ്ലാക്സ് മൈനസ് ചെയ്തെടുത്ത കളറാണ്. സോ എന്റെ ഓർമ്മയിൽ എന്റെ കരിയറിൽ ഞാൻ കൊടുത്ത ആദ്യത്തെ ബാത്റൂം വാൾ 4x2 ആയിട്ട് കൊടുത്ത ടൈൽ ഈ ടൈലായിരുന്നു, നിറ്റ്കോ അറാൻസെറ്റോ. ദാറ്റ് വാസ് 5-6 years ബാക്ക്. സോ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈലാണ്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു മോക്കപ്പ് ബാത്റൂമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുട്ടേജ് ഇതിന്റെ കൂടെ കാണിക്കാം. സോ പ്ലീസ് നോട്ട് ദിസ്. അറാൻസെറ്റോ ഭയങ്കര യുണീക്ക് ടൈലാണ്. അറാൻസെറ്റോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നിറ്റ്കോയെ കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയേണ്ടി വരുന്നത്. നിറ്റ്കോയുടെ ടൈൽസ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻഡിപെൻഡന്റ് പീസസ് ആയിട്ട് കാണുമ്പോൾ നമ്മളിപ്പോൾ എറ്റേണിറ്റിയുടെ ടൈല് നമുക്ക് മോക്കപ്പ് കാണണ്ട, നമ്മൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. വിരിച്ചു കഴിഞ്ഞും ഇഷ്ടപ്പെടും, പക്ഷെ അതൊരു മിക്സഡ് റിയാക്ഷൻ ആയിരിക്കും. പക്ഷേ ഇനിയിപ്പം വേറൊരു കാര്യം, ഒരു ആറേക്കയും കൂടെ നമുക്ക് പറയാം. അപ്പൊ ആറേക്കയുടെ ടൈൽസ് ആയാലും നമുക്ക് ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഫോം ചെയ്യും. നിറ്റ്കോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ, നിറ്റ്കോ ശരിക്കും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ്, അതായത് ഇത് ശരിക്കും വിരിച്ചു കഴിയുമ്പം ഇതിന്റെ ഭംഗി ഈ നേരിട്ട് കാണുന്ന ഭംഗിയുടെ പല മടങ്ങ് കൂടും. ഞാനൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാനൊരു ടൈൽ ഒബ്സർവർ ആണ്, ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് ആണ് ഈ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ നിറ്റ്കോയുടെ ഈ ഒരു 2 ടൈലിന്റെ ഫുട്ടേജ് നിങ്ങൾ ഇപ്പൊ കാണും. ഇതിന്റെ പുറകെ തന്നെ ഇത് ചെയ്ത മോക്കപ്പിന്റെ ഫുട്ടേജ് നിങ്ങൾ കാണും. അപ്പൊ ഞാൻ എന്തോ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ വെയിറ്റ് ഫോർ ദാറ്റ്.
നൗ ഇതാണ് ലേറ്റസ്റ്റ് എൻട്രൻറ്റ്. ഈ പ്രാവശ്യം നമ്മളെടുത്ത ഏറ്റവും പുതിയ കമ്പനി ഇപ്പം തന്നെ ഇറക്കിയതേ ഉള്ളൂ. ഇതാണ് എയോൺ അർമാനിയും എയോൺ അർമാനി മാറ്റും. സോ എയോൺ അർമാനി മാറ്റ്. അർമാനി ഒരു ക്ലാസ് ഓഫ് ഇറ്റാലിയൻ മാർബിൾ ആണ് അർമാനി മാർബിൾ. സോ അർമാനിക്കകത്ത് ഗ്രേ ആണ് പൊതുവേ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഒരു വളരെ യുണീക്ക് ഗ്രേയുടെ കളറാണ്. സോ ഗ്രേക്കകത്തുനിന്ന് വൈറ്റ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്ന ഒരു നാച്ചുറൽ മാർബിളാണ്. അപ്പം ഒറിജിനലി ഭയങ്കര എക്സ്പെൻസീവാണ്. നോർമലി ഒരു മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സിനൊന്നും ഒറിജിനൽ അർമാനി മാർബിൾ അഫോർഡ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ ഹൈ കോസ്റ്റ് പ്രൊഡക്റ്റ് വിൽക്കുന്ന യുണീക്ക് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ്, വലിയ മോൾസിനകത്തൊക്കെ ഉള്ള ഔട്ട്ലെറ്റ്സിൽ മാത്രമേ ഒറിജിനൽ അർമാനി മാർബിൾ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇപ്പൊ നമുക്ക് ടൈൽസിനകത്ത് എല്ലാ കമ്പനിക്കും അർമാനി മാർബിൾസിന്റെ അവരവരുടേതായ ഒരു വെർഷൻ ഉണ്ട്. സോ ഇവിടെ അർമാനി ഇപ്പം നിറ്റ്കോ ഇറക്കിയേക്കുന്ന എയോൺ അർമാനി, ഇത് അവരുടെ വേർഷനാണ്. സോ ജനറലി ഞാൻ അർമാനി മാർബിൾസിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാം. അർമാനി മാർബിളിന്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലോക്കിന്റെ ഇടയിൽ ഒരു വൈറ്റ് ലൈൻ ഓടും. ഇതാണ് ജനറലി അർമാനി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് അതാണ്. ബട്ട് എല്ലാ കമ്പനിയും അർമാനി അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഏത് കമ്പനിയുടെ അർമാനി ടൈൽ എടുത്ത് നോക്കിയാലും ഒരു ഗ്രേ കളറിനകത്ത് ഒരു വൈറ്റ് ലൈൻ കാണും. അത് ചിലപ്പം ഡയഗണലി ഓടും, ചിലപ്പം വെർട്ടിക്കലി ഓടും, ചിലപ്പം സെമി ഡയഗണലി ഓടും. പക്ഷെ അതായിരിക്കും അർമാനി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അർമാനിയുടെ ആ വൈറ്റ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് വെർട്ടിക്കലാ. പക്ഷെ ബാക്കിയുള്ള കളറിനകത്ത് ഇവർ അർമാനിയുടെ ജനറലി വരുന്ന കളറിനെക്കാട്ടിലും ഒരു സ്റ്റോപ്പ് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. സോ വിച്ച് ഈസ് വെരി യുണീക്ക്. കാരണം ഇപ്പം കസ്റ്റമേഴ്സ് നോർമലി ബ്രൈറ്റ് ബാത്റൂംസിനകത്തോട്ട് മാറുന്നുണ്ട്. പക്ഷെ വേറൊരു വിഭാഗം ഡാർക്ക് ബാത്റൂംസിലോട്ട് മാറുന്നു. സോ ഒരു കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മളൊരു ന്യൂട്രൽ കളർ ബാത്റൂംസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ന്യൂട്രൽ കളർ ബാത്റൂംസിൽ നിന്ന് നമ്മൾ മാറി ഒന്നെങ്കിൽ എക്സ്ട്രീംലി ബ്രൈറ്റ് ബാത്റൂംസ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡാർക്ക്, അല്ലെങ്കിൽ ഡാർക്കർ ദാൻ നോർമൽ ബാത്റൂംസിലേക്ക് നമ്മുടെ ടേസ്റ്റ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടാണ് ഈ ടൈലിന്റെ യൂസ് വരുന്നത്. എയോൺ അർമാനിയും ഇപ്പം നിങ്ങൾക്ക് റൂമിന്റെ ഫ്ലോറും യൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഡിസ്പ്ലേ ഇടുമ്പോൾ എപ്പോഴും ഇതിനെ ബാത്റൂം കൺസെപ്റ്റ് ആയിട്ടാണ് ഇടുന്നത്. സോ റൂമിന്റെ ഫ്ലോറിൽ ഇതെങ്ങനെ ഇരിക്കും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അർമാനി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് മാർബിൾസ് ഇൻ ദ വേൾഡ്. അത് ഫ്ലോറിലിട്ടാൽ സൂപ്പർ ആയിരിക്കും. പക്ഷെ ഇത്രയും ഡാർക്ക് നിങ്ങൾക്ക് ഫ്ലോറിൽ വേണോ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ബാത്റൂംസിലേക്ക് വരുമ്പം ഒരു പുതിയ ഒരു കൺസെപ്റ്റും കൂടെ ഇപ്പം ബാത്റൂംസിനകത്ത് കയറി വരുന്നുണ്ട്. അത് സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ. സിംഗിൾ ടൈൽ ആപ്ലിക്കേഷനകത്ത് ബാത്റൂമിനകത്ത് ടൈലുമായിട്ട് വാളും ഫ്ലോറും ആയിട്ട് ഒറ്റ മെറ്റീരിയലേ വരുന്നുള്ളൂ. രണ്ടാമത്തെ കളറോ എലിമെന്റോ അതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് മോട്ടീഫ് ആവുന്നത് വൈറ്റ് കളറിലെ സാനിറ്ററി വെയർ, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ സാനിറ്ററി വെയർ, പിന്നെ ക്രോം ഫിനിഷ്ഡ് CP ഫിറ്റിംഗ്സ്, ക്രോം ഫിനിഷ് ബാത്ത് ഫിറ്റിംഗ്സ്. അതായിരിക്കും മോട്ടീഫ്. നിങ്ങളുടെ ബാത്റൂം ബേസിക്കലി ഒറ്റ കളറായിരിക്കും. വളരെ യുണീക്ക് കൺസെപ്റ്റാണ്, വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ്. 5 സ്റ്റാർ ഹോട്ടൽസ് ഈ കൺസെപ്റ്റ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരികയാണ്. പക്ഷെ ഇപ്പോൾ ഇത് മാസസിലോട്ടും പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കാണും ബാത്റൂംസ് എല്ലാം സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പൊ തന്നെ വലിയ വീടുകൾ 4000 സ്ക്വയർ ഫീറ്റിന് മേളിലോട്ടുള്ള മിക്ക വീടുകളും ഞങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എയോൺ അർമാനി ഫോർ യു. ഇപ്പൊ എയോൺ അർമാനി പോലെ തന്നെ നമുക്ക് എയോണിന്റെ മർഫിൽ ഫിനിഷും വന്നിട്ടുണ്ട്. എയോൺ മർഫിൽ അത് തന്നെ ബേജ് കളറിൽ ആണ് വന്നേക്കുന്നത്. ബേജ് കളറിൽ അഗൈൻ സെയിം ടൈൽ ഇൻ മാറ്റ് ആൻഡ് പോളിഷ് ഫിനിഷ്. ഇതിനകത്തും സെയിം സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ വീട്ടിലാണെങ്കിലും നമുക്ക് ഹോളിനകത്ത് ഗ്ലോസി വിരിച്ചുകൊണ്ട് ബെഡ്റൂംസിനകത്തോട്ട് മാറ്റ് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്ത് മാറ്റും ഗ്ലോസും, കിച്ചൺ ഫോർ എക്സാമ്പിൾ നമുക്ക് മാറ്റ് ആക്കാം. കളർ ജമ്പ് ചെയ്യത്തില്ല. സോ ദാറ്റ് ഈസ് എ വെരി യുണീക്ക് തിങ് ഇൻ ടൈലിംഗ് ഇൻഡസ്ട്രി വിച്ച് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. സോ നമ്മൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് മാറി അത്രയും നമ്മുടെ വീട് ഫ്രഷ് ആയിട്ടിരിക്കും. സോ എയോൺ സീരീസ് വളരെ യൂണീക്ക് ആണ്. നിങ്ങളുടെ അടുത്ത ഏറ്റവും നിയറസ്റ്റ് നിറ്റ്കോ ഡീലർഷിപ്പിൽ പോവുക, എയോൺ സീരീസ് ചെക്ക്ഔട്ട് ചെയ്യുക. വളരെ ലേറ്റസ്റ്റ് കണ്ടംപററി ഡിസൈൻസ് ആണ്. പിന്നെ നിറ്റ്കോയെ കുറിച്ച് പറയുമ്പോൾ കളറിന്റെയും പ്രിന്റിന്റെയും സെലക്ഷൻ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല. സോ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത് സാച്വാരിയോ റോയാൽ. നോ സാച്വാരിയോ റോയാൽ ഞാൻ നേരത്തെ കമ്പയർ ചെയ്തായിരുന്നു സാച്വാരിയോ ബിയാങ്കോ സാച്വാരിയോ ആയിട്ട്. സാച്വാരിയോ റോയൽ കളർ ഒരു ഡിഫറെന്റ് കളറാണ്. ഞാൻ പറയത്തില്ല മങ്ങിയ വൈറ്റ് ആണ്, പക്ഷെ എന്തായാലും അതിന് ബിയാങ്കോ സാച്വാരിയോയുടെ ഒരു ബ്രൈറ്റ്നെസ് ഇതിന് കിട്ടത്തില്ല. പക്ഷേ ഇൻ ഇറ്റ് സെൽഫ് ഇതൊരു നല്ലൊരു വൈറ്റ് ആണ്. ബിയാങ്കോ സാച്വാരിയോയുടെ പക്ഷേ പ്രത്യേകത അത് സാച്വാരിയോ ആണെന്നോ അല്ലെങ്കിൽ വൈറ്റ്നെസിന്റെ ക്വാളിറ്റി അല്ല, ഇതിന്റെ ഫിനിഷ് ആണ്. ഇത് സാറ്റിൻ ഫിനിഷ്. സാറ്റിൻ ഫിനിഷ് മാർബിൾസ് ടൈൽസ് പൊതുവേ മാർക്കറ്റിൽ കുറവാണ്. അപ്പം സാറ്റിൻ ഫിനിഷ് എന്തുവാണെന്ന് അറിയണമെങ്കിൽ രാവിലെ നിങ്ങളുടെ കൈ കിട്ടുന്ന പത്രം, നിങ്ങളുടെ വീട്ടിലിരുന്ന പത്രം ഫ്രഷ് ആയിട്ട് അതിനെ വെച്ച് അതിന്റെ പുറത്തൂടെ കൈ ഓടിച്ചാൽ ഏത് ഫീലാണ് കിട്ടുന്നത് ആ ഫീലാണ് സാറ്റിൻ ഫിനിഷ്. സാറ്റിൻ ഫിനിഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസൈറബിൾ. നമുക്ക് കിട്ടേണ്ട മാർക്കറ്റിൽ ഫ്ലഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഫിനിഷ് ആണ്. പക്ഷേ ഫോർ സം റീസൺ നമ്മുടെ ഓവർ ഇന്റലിജൻസ് വിത്ത് പോളിഷ് ഫിനിഷ്, പിന്നെ നമ്മുടെ ഓവർ ഇൻഫ്ലുവൻസ് ഓഫ് മാറ്റ് ഫിനിഷ് കാരണം എവിടോ ഇത്
ഈ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഫിനിഷ് നമ്മുടെ മിസ് ചെയ്തു. ഇപ്പൊ ഇൻഡസ്ട്രി അത് ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത് ഇൻഡസ്ട്രി ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാ കമ്പനിക്കും 1-2 ടൈലായിരിക്കും സാറ്റിൻ ഫിനിഷിനുള്ള, അതിൽ കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ശരിക്കും മാർക്കറ്റിൽ പോളിഷിനും മാറ്റിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫിനിഷാണ് ഞാൻ സാറ്റിൻ ഫിനിഷ്. സോ ഏതൊരു കമ്പനിയുടെയും ടൈൽ എടുക്കാൻ പോകുമ്പോൾ ആ കമ്പനിയുടെ കളക്ഷനകത്ത് സാറ്റിൻ ഫിനിഷ് ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കിയെടുക്കണം. കജാരിയ മാത്രമേ ഉള്ളൂ സാറ്റിൻ ഫിനിഷിനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു കമ്പനി. സോ അവരുടെ മാർബിൾ ടെക് ഫിനിഷ് എന്ന് പറയുന്ന ഫിനിഷ് ശരിക്കും സാറ്റിൻ ഫിനിഷ് ആയിരുന്നു. പക്ഷെ അത് ഓവർ ഫിനിഷ് ആണ്, ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് പോളിഷ്. പക്ഷെ നിറ്റ്കോയുടെ സാറ്റിൻ ഫിനിഷ്, പിന്നെ നമുക്ക് കജാരിയ ഇൻഫിനിറ്റിക്കകത്ത് 2 കളേഴ്സ് ഉണ്ട്, അതിനകത്തും സാറ്റിൻ ഫിനിഷ് ഉണ്ട്. അപ്പൊ ഈ സാറ്റിൻ ഫിനിഷ് വളരെ കൺഡ്യൂസീവ് ആണ്. എല്ലാ പ്രായക്കാർക്കും ഫ്ലോർ യൂസ് ചെയ്യാം, കൊച്ചു പിള്ളേർ മുതൽ പ്രായമുള്ളവർ. പിന്നെ ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്യും. ഈ ലൈറ്റ് ഒരിക്കലും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യത്തില്ല ഇതിനകത്തൊന്ന്. പോളിഷിന്റെ ഫീലും കിട്ടും, എന്നാൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യത്തില്ല. സോ റൂം കാണാൻ ഒരു നല്ലൊരു ക്ലാസ് ലുക്ക് ആയിരിക്കും. സോ അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. വിസിറ്റ് യുവർ നിയറസ്റ്റ് നിറ്റ്കോ ഡീലർഷിപ്പ് ആൻഡ് ലുക്ക് ഫോർ സാച്ചുവറിയോ റോയൽ. നോ മാറ്റിയോ ഗ്രേ, ലൈക്ക് ഇതിന്റെ ഒരു ജോഡി ടൈലും ഉണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോൾ ഇല്ല. സോ മാറ്റിയോ ഗ്രേയുടെ കൂടെ മാറ്റിയോ വൈറ്റും വരും. ടുഗദർ നമ്മുടെ പഴയ ഒരു 70s മൊസൈക് ഫീൽ കൊണ്ടുവരുന്ന ഒരു ടൈലാണ്. വളരെ പോളറൈസ്ഡ് വ്യൂ ആ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. സോ ഇഫ് യു ലൈക്ക് ഇറ്റ് യു ക്യാൻ എൻജോയ്. നൗ ലെറ്റ്സ് കം ടു ദി Piedra Santa Ash. Piedra Santa Ash again ഒരു satin finish ആണ്. Satin finish in grey color, again desaturated grey color and with classic Pietra lines. അപ്പം Pietra മാർബിൾസിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വീണ്ടും ഈ ടൈലിലേക്ക് വരാം. വെയിറ്റ് ഫോർ ദാറ്റ് എപ്പിസോഡ്. സബ്സ്ക്രൈബ് ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. കാരണം അത് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ നല്ല കണ്ടന്റ് ഉള്ള ചാനലാണെങ്കിൽ നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. ബെൽ നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു വീഡിയോ വന്നിട്ട് അങ്ങ് പോകും. ചിലപ്പം 4ാമത്തെ 5ാമത്തെ വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പം ജനറലി ആരും താഴോട്ട് പോയി പുതിയ കണ്ടന്റ്സ് നോക്കാറില്ല. അപ്പം എൻ്റെ മാത്രമല്ല, ഏതൊരു ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ചാനലിന്റെയും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, കണ്ടന്റ് ഒന്ന് നോക്കുക. താല്പര്യം ഇല്ലെങ്കിൽ അതിനെ ക്ലോസ് ചെയ്തിട്ട് മാറുക. പക്ഷേ ബെൽ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, എല്ലാ നല്ല ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. അതും കൂടെ ഞാനിപ്പം പറയാം. കാരണം ചെറിയൊരു സെൽഫിഷ് മോട്ടീവ് ഇതിനകത്തുണ്ട്. പിയട്ര മാർബിൾസ് വളരെ യുണീക് ക്ലാസ് ഓഫ് മാർബിൾ ആണ്. ഇന്ത്യക്കാർ എസ്പെഷ്യലി കേരളീയൻസിന്റെ ഇടയിൽ പിയട്ര മാർബിൾ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട് ഈ ഡിജിറ്റൽ ഏജിൽ. അപ്പം അതിനെക്കുറിച്ച് മാത്രം ഒരു എപ്പിസോഡും നമ്മുടെ കയ്യിലുള്ള എൻറ്റയർ പിയട്ര കളക്ഷൻ എല്ലാ സൈസിലുള്ളതും വെച്ച ഒരു എപ്പിസോഡ് ഉടനെ വരും. സോ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ. സോ നമ്മുടെ ലാസ്റ്റ് ടൈലിലേക്ക് വരാം. ഇന്ന് നിറ്റ്കോയുടെ ക്ലൗഡി ഒനിക്സ് സ്കൈ. അപ്പം നമ്മൾ തുടങ്ങിയത് ഒരു ഒനിക്സിൽ നിന്നാണ്, നമ്മൾ തീർക്കാൻ പോകുന്ന ഒരു ഒനിക്സിലാണ്. സോ ക്ലൗഡി ഒനിക്സ് സ്കൈയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിൽക്ക് ഒനിക്സ് വൈറ്റ് അല്ല, വൈറ്റ് സിൽക്ക് ഒനിക്സിനെ പോലെ തന്നെ ഇതും ഒനിക്സ് ആണ്. വളരെ ക്ലാസ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഫുൾ ബാത്റൂം ഇത് വെച്ച് ക്ലാഡ് ചെയ്യാം. എന്നിട്ട് വൈറ്റ് കളറിലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ഫ്ലോർ കൊടുത്താൽ ബാത്റൂംസ് ഭയങ്കര ക്ലാസ് ലുക്ക് ആയിരിക്കും. ഇതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഷവർ ഏരിയ മാത്രം നമുക്കിപ്പോൾ ചെറിയ ടൈൽസ് ഉണ്ട്, 1 കുന്നുണ്ട്, 2 കുന്നുണ്ട്. അതുപോലത്തെ എംബലിഷ്മെന്റ് ടൈൽസ് വെച്ച് ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി മൊത്തം ഇത് വെച്ച് ചെയ്യാം. അത് ബാത്റൂമിന്റെ ആപ്ലിക്കേഷൻ. ഇനി വീട്ടിലെ ആപ്ലിക്കേഷനിലും നമുക്ക് നല്ലൊരു ടൈല് വേണം. സിമ്പിൾ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, ടൈംലെസ് ആയിരിക്കണം. 10-25 വർഷം ടൈല് പഴയതായി പോയെന്നുള്ളൊരു ഫീൽ വരുന്നെങ്കിൽ ഒനിക്സ് ടൈൽ, നിറ്റ്കോയിൽ മാത്രമല്ല ഏതൊരു കമ്പനിയുടെ ഒനിക്സ് ആണ് നിങ്ങൾ പോകേണ്ട ഒരു ഒനിക്സ്. ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു മാർബിൾ ആണ്. ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഭയങ്കര എക്സ്പെൻസീവാണ്. സോ വി ക്യാൻ ഗെറ്റ് അവർ ഹാൻഡ്സ് ഓൺ ഇറ്റ് ഓൺലി ഇൻ ദ ഫോം ഓഫ് ടൈൽ. സോ ഗോ ഫോർ ഇറ്റ്. ഐ ഹോപ്പ് നിറ്റ്കോയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് മെസ്സേജസ് ഇവിടെ തന്നു, എനിക്കറിയത്തില്ല. നിങ്ങൾ അവസാനം വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എ ബിഗ് താങ്ക്സ് ടു യു. വീണ്ടും പറയാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് ഞങ്ങൾ കാത്തിരിക്കും. ലൈക്സ് ആൻഡ് ഷെയർസ് വന്നാൽ വളരെ ഉപകാരം. അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കാട്ടിലും നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. അണ്ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.